പ്രത്യേക സന്തോഷമുണ്ട്. പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് എല്ലാവർക്കും ലഭിക്കും. എനിക്ക് ലഭിച്ചു. പ്രാർത്ഥനയ്ക്ക് മേലെ ആണ് അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. ഒരു കാര്യവും ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാതിരിക്കുക. അപ്പോൾ ദൈവത്തിനറിയാം എന്ത് തരണമെന്ന്. പ്രാർത്ഥിക്കുക, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനാവണം. ഇന്നൊരു പക്ഷേ സമൂഹത്തിൽ അമ്മമാർക്ക് നേരിടേണ്ടി വരുന്ന, സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഹത്യ പോലെയുള്ള, മാനം കെടുത്തൽ പോലെയുള്ള, സ്ത്രീ ശാക്തീകരണത്തിനെതിരായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ വന്ന് സമൂഹത്തിൽ മനോഘടന മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് പുറത്തുനിന്നും ആസൂത്രിതമായി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുമൊക്കെ നാളെ മക്കളെ വളർത്തേണ്ടവരാണ്. മക്കളുള്ളവരുടെ ഒരു നെഞ്ചുവേദന നിങ്ങളിന്ന് കണ്ടും മനസ്സിലാക്കിയും സ്വന്തം അനുഭവമാണെന്ന് തന്നെ അതിന് ഒരുപക്ഷെ അങ്ങനെ വേണം നിങ്ങളത് സ്വാംശീകരിക്കാൻ. മാധ്യമങ്ങളുടെ വളരെ വലിയ, എന്നോട് ചോദിച്ചാൽ ഏറ്റവും മുന്തിയ പങ്ക് മാധ്യമങ്ങൾക്കാണ്. കുറ്റം കണ്ടെത്താനല്ല, കുറ്റം കണ്ടെത്തി പ്രചരിപ്പിക്കാനും ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തിൻ്റെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി കെടുത്തിക്കളയാനല്ല മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്. നിങ്ങളുടെ സംഭാവനയോട് കൂടി ഇതൊരു നേർവഴിക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിന് ഭരണയന്ത്രത്തെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രകടമായ ഒരു പങ്കുചേരൽ മാത്രമല്ല, ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനെക്കുറിച്ച് പുതിയൊരു ജേർണലിസ്റ്റിക് ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കണം. അത് ഒരു ഇതുവരെയുള്ള കാലത്ത് അധ്യയന കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല. കാരണം സമൂഹത്തിലെ അവസ്ഥ, പുതിയ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന, ഒരു വീടിന് ഉതകുന്ന സുരക്ഷാ വലയം നമുക്ക് ഏത് ഛിദ്ര പ്രവർത്തനമായി വരുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് കെടുത്തിക്കളയാൻ വരുന്ന ഒരു രാജ്യത്തെയും നമ്മൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒറ്റക്കെട്ടായി ഓരോ വീടും കാക്കാൻ വേണ്ടി, കാവലാളാവാൻ വേണ്ടി മാധ്യമങ്ങൾ അണിനിരക്കണം. ഇത് സമൂഹത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യമാണ്. ഒരുപാട് തിരുത്തലുകൾ എല്ലാവർക്കും വരണം, ഭരണകർത്താക്കൾക്കും വരണം. ഓരോ വീടും സംരക്ഷിച്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഓരോ വീട്ടിലുമുള്ള കുഞ്ഞുമക്കളെ, അവർ നിഷ്കളങ്കരാണ്, അവർ പലതിനും സുഖത്തിന് വഴിപ്പെട്ടു പോകും. ചിലപ്പോൾ ആ പ്രായത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള സമ്പത്തിന് വേണ്ടി ചിലപ്പോൾ വഴിപ്പെട്ടു പോകും. മറ്റ് ചില സൗകര്യങ്ങൾക്ക് വേണ്ടി, അത് ഞാൻ പറയുന്നില്ല, എന്താണെന്ന് നിങ്ങൾക്കും അറിയാം, ഇത് കേൾക്കുന്ന സമൂഹത്തിനും അറിയാം. അപ്പോൾ അതിനൊക്കെ എതിരെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ പൊങ്കാല മുഴുവൻ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധമ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന, അധാർമികമായി വിപണനം ചെയ്ത് നമ്മുടെ യുവതലമുറയും ഇന്ത്യയുടെ ഏതാണ്ട് 70% വരുന്ന യുവം തകർക്കാനും വേണ്ടിയുള്ള നീക്കത്തിനെതിരെയുള്ള ശക്തമായ കണ്ണകിയുടെ കാൽച്ചുവട്ടിൽ വയ്ക്കുന്ന പ്രാർത്ഥനയായിരിക്കണം ഓരോ പൊങ്കാലക്കലത്തിലും പതഞ്ഞുയർന്ന് വരുന്നത്. ഇതാണ് എൻ്റെ പ്രാർത്ഥന.